നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നു. അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസീറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത അതിനെതിരെ സമരമുണ്ട്. 2030 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഒരു വ്യക്തി ജനിച്ചാൽ ആദ്യം വാങ്ങുന്ന ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണപ്പെട്ടാൽ വാങ്ങുന്ന മരണ സർട്ടിഫിക്കറ്റ് മുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റിയാണ്, കോർപ്പറേഷനാണ്. ഇതിനിടയ്ക്ക് നിരവധി തവണ നമ്മൾ ഈ സ്ഥാപനങ്ങളുടെ കടന്നു പോകണം. നമുക്ക് വീട്ടിൽ നികുതി അടയ്ക്കണമെങ്കിൽ അവിടെ സമീപിക്കണം, വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ വേണമെങ്കിൽ പഞ്ചായത്ത് സമീപിക്കണം. നമ്മുടെ വീട്ടിന് മുന്നിൽ മാലിന്യം കുന്നുകൂടി കിടന്നാൽ ആദ്യം വിളിക്കുന്ന പഞ്ചായത്ത് പറയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായാലും വിളിക്കും, കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടുന്നത്, ഓരോ ദിവസവും നമുക്ക് ബന്ധപ്പെടേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് നാടിന്റെ വികസന കാര്യത്തിന് ആ പ്രസ്ഥാനത്തിന് അതിന്റെ റോൾ നിർവഹിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് മെച്ചപ്പെടും. ഞങ്ങളപ്പോൾ ഷോർട്ട് ടേം പദ്ധതികൾ എന്ന് പറഞ്ഞതിലേക്ക് പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ്, സ്ട്രേഡ് ഓക്സിഡ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു, കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ നികുതി പണം പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശാ ഡെപ്യൂട്ടി മേയറും ഞങ്ങളുമൊക്കെ നേതൃത്വം നൽകിയ സമരങ്ങളിൽ ഒരു 30 ദിവസം നീണ്ടു നിന്ന ഒരു സമരം നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടുകാരൻ തട്ടിപ്പിനെതിരെയുള്ള സമരമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം വ്യാജ റെസീറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളും കൂടി തട്ടിയെടുത്ത അതിനെതിരെ സമരമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ചോരുന്നുണ്ട്. പലരും പണം നികുതി അടയ്ക്കാൻ കഴിവുണ്ടായിട്ടും വളഞ്ഞ വഴിയിലൂടെ കേസ് നടത്തി പണം അടയ്ക്കാതിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു വ്യക്തത ഞങ്ങൾക്ക് ഭരണസമിതിക്കുണ്ട്. അപ്പോൾ ആ പണം പിരിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പലതും ഉപയോഗശൂന്യമായി കിടക്കുന്നു. അതെങ്ങനെ അവിടെ കിടന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കോർപ്പറേഷന്റെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം എന്ന് കോടതിയുടെയോ അല്ലെങ്കിൽ എക്സ്പെർട്ട് ഒപ്പീനിയനൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യും. ഇങ്ങനെയുള്ള അടിയന്തരമായ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞ തുറമുഖ വികസനം, IT സെക്ടറിന്റെ വികസനം, സ്പിരിച്വൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഈ മേഖലകളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും വിദഗ്ധന്മാരുടെ ഇടപെടലോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചില പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൈമൾട്ടേനിയസ്ലി ഈ എല്ലാ പ്രോസസ്സും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റിലേക്ക്, അതായത് 2030 ആവുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും വികസനം എത്തിയ 3 നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിക്കും.